CPM എന്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ഇതുവരെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പാർട്ടിയിലെ നേതാക്കന്മാർ പറയുന്നതല്ലാതെ ഒരിടത്തും എത്തി നിൽക്കുന്നില്ല. കപ്പൽ ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. ചർച്ചകൾ നടക്കുന്നുണ്ടെന്നല്ലാതെ ഒരു പുരോഗതിയും കാണുന്നില്ല. ഓരോ ജില്ലകളിലും യോഗം നടക്കുമ്പോൾ പിണറായിയെയും ഗോവിന്ദനെയും ഓരോ പ്രവർത്തകരും ഓരോ നേതാക്കളും എണ്ണയിലിട്ട് വറക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ എല്ലാ ജില്ലകളിലെയും നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജനങ്ങൾക്ക് മുന്നിൽ ഹാസ്യ കഥാപാത്രമായി മാറിയെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളയിൽ വന്നാൽ അപ്പമുണ്ടാക്കി കൊച്ചിയിൽ കൊണ്ടുപോയി വിൽക്കാമെന്ന് ഗോവിന്ദന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് അംഗങ്ങളുടെ വിമർശനം. MV ഗോവിന്ദന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അറിയില്ലെന്നും മിക്കപ്പോഴും ആളുകളെ പരിഹസിക്കുന്ന തരത്തിൽ കാര്യഗൗരവമില്ലാതെയാണ് പ്രതികരിച്ചിരുന്നത് എന്നാണ് ഓരോ നേതാക്കളും ഇപ്പോൾ പറയുന്നത്. ഭരണമുണ്ടായിരുന്ന സമയത്ത് ഗോവിന്ദൻ മാഷയുടെ മുന്നിലും അതോടൊപ്പം തന്നെ പിണറായിയുടെ മുഖത്തും വിരൽ ചൂണ്ടി സംസാരിക്കാൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പേടിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇവരുടെ മുഖത്തേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടിയാണ് ഇപ്പോൾ നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും ഇപ്പോൾ പറഞ്ഞത്. അതായത് നിങ്ങൾ രണ്ടുപേരുമാണ് ഈ പാർട്ടി ഇത്രയേറെ തോൽക്കാനുള്ള ഒരു പ്രധാന കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ഇത്രയേറെ തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ രണ്ടുപേരുമാണെന്ന് ഓരോ പ്രവർത്തകരും നേതാക്കന്മാരും പറയുകയാണ്. സുധാകരൻ പാർട്ടി വിടാൻ ഇടയാക്കിയത് MV ഗോവിന്ദന്റെ പരിഹാസമാണ്. ഇങ്ങനെ ഒരു സെക്രട്ടറിയെ മുന്നിൽ നിർത്തി പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാനാകില്ല എന്നാണ് പറയുന്നത്. തളിപ്പറമ്പിൽ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായപ്പോൾ വേണ്ട എന്ന് പറയേണ്ടത് ഗോവിന്ദനായിരുന്നു. KK ശൈലജ എന്തെങ്കിലും ആയി തീരുമോ എന്ന് പേടിച്ചാണോ മണ്ഡലം മാറ്റിയത് എന്ന് നേതാക്കൾ തന്നെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. കൂടാതെ പിണറായിയുടെ തലയ്ക്ക് മുകളിൽ ശൈലജ വളർന്നു വരുന്നത് കണ്ടപ്പോൾ പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ശൈലജയെ മണ്ഡലം മാറ്റി തോൽപ്പിച്ചതെന്നാണ് ഇപ്പോൾ നേതാക്കന്മാർ ഒന്നടക്കം പറയുന്നത്. പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ എല്ലാ യോഗങ്ങളിലും ഉയരുന്നത്. 2 തവണ ജയിച്ചവരെ മാറ്റി നിർത്തിയപ്പോൾ പിണറായിക്ക് മാത്രം ഇളവ് നൽകിയത് എന്തിന് എന്ന ചോദ്യമുണ്ട്. കൂടാതെ പിണറായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായാൽ അത് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്ന് നേതാക്കൾ ഒന്നടക്കം പറയുകയാണ്. ഇത്തവണയും ഇളവ് വാങ്ങി മത്സരിക്കുക മാത്രമല്ല, പ്രതിപക്ഷ നേതാവായി വീണ്ടും ഇരുന്നിട്ട് 5 വർഷം കഴിയുമ്പോൾ എങ്ങാനോ ഇടതുപക്ഷം ജയിച്ചാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഒരു ലക്ഷ്യമാണ് പിണറായി വിജയൻ ഇപ്പോൾ തന്നെ ചെയ്യുന്നതെന്നാണ് നേതാക്കൾ പറയുന്നത്. തിരിച്ചടികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ഗോവിന്ദൻ വിശ്വസിക്കുന്നത്. അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാക്കി മാറ്റിയിട്ടും പൊതുവികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പരിശോധന നടക്കുകയാണ്. വലിയ തിരിച്ചടികൾ ഉണ്ടായ ശേഷം പാർട്ടി തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് ഗോവിന്ദൻ ആരോപിക്കുന്നത്. LDFന് തുടർഭരണം ലഭിച്ചപ്പോൾ കേരളത്തിൽ വലിയ വികസന കുതിപ്പുണ്ടായെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആഗോളവത്കരണ നയങ്ങളുടെ ഭാഗമായി പിന്നാക്കം പോയ 30% ജനതയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ ഉതയ്ക്കുന്ന പദ്ധതികളും കേരളത്തിന്റെ പൊതുവികസന പദ്ധതികളും നടപ്പിലാക്കി. എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്ന പരിശോധന ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. ആ ഒരു പരിശോധന നടക്കുന്ന ഒരു ഘട്ടമാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. BJPയെ കൂട്ടിപ്പിടിച്ചാണ് പല മണ്ഡലങ്ങളിലും UDF വിജയിച്ചതെന്നും BJP ജയിച്ച മണ്ഡലങ്ങളിൽ 3ാമതാണ് UDF എന്നതും ഇതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. പോരായ്മകൾ പരിശോധിച്ച് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ കഴിയുമെന്നതിൽ തർക്കമില്ല എന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. 2011 40ൽ ഒതുങ്ങിയ പാർട്ടിക്ക് പിന്നീട് 99 സീറ്റ് ലഭിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നതെന്നാണ് ഗോവിന്ദൻ പറയുന്നത്.